കോഴിക്കോട് വടകരയിൽ കാരവനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. കണ്ണൂർ ചെറുപുഴ സ്വദേശി ജോയലും മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജുമാണ് മരിച്ചത്. വിവരങ്ങളുമായി ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, വിവരങ്ങൾ. അവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചത് ഇന്നലെ രാത്രി 8:30 കൂടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു കാരവാൻ വാനിൽ 2 മൃതദേഹങ്ങൾ ഉള്ളതായിട്ട് വടകരയിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പോലീസ് ഉൾപ്പെടെയുള്ള സംഘം എത്തുകയും പരിശോധന ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതൽ ഇന്ന് ഈ സമയം വരെ ആ മൃതദേഹം വാഹനത്തിൽ തന്നെ കാരവാനകത്ത് തന്നെ തുടരുകയായിരുന്നു. ഈ മലപ്പുറത്ത് നിന്ന് കണ്ണൂരേക്ക് ഒരു വിവാഹ സംഘത്തെ ഇറക്കി തിരിച്ചു വരികയായിരുന്ന വാഹനത്തിലെ ഡ്രൈവറും സഹായിയുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ AC-യിൽ നിന്നുള്ള വാതക ചോർച്ച മൂലമാകാം മരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതിന്റെ അന്വേഷണത്തിനും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുമായിട്ട് ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തുണ്ട്. പോലീസ് ഇന്നലെ മുതൽ തന്നെ സ്ഥലത്തുണ്ട്. ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ സമാപിച്ചതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുവരും. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും നടക്കുക. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും മരണകാരണം എന്താണ്, യഥാർത്ഥ മരണകാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് കണ്ണൂരേക്ക് വിവാഹ സംഘത്തെ ഇറക്കാൻ പോയതായിരുന്നു. പോയി തിരിച്ചു വരുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ഞായറാഴ്ച രാത്രിയോടുകൂടി തന്നെ മലപ്പുറത്ത് തിരിച്ച് എത്തേണ്ടതായിരുന്നു വാഹനം. അങ്ങനെ എത്താതിനെ തുടർന്ന് നിരവധി തവണ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള നാസർ ഈ വാഹനത്തിന്റെ കാരവാൻ വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുള്ള മനോജിനെ ബന്ധപ്പെടുന്നു. ഫോൺ എടുക്കാത്ത സാഹചര്യത്തിൽ വടകരയിൽ തന്നെയുള്ള മറ്റൊരു സുഹൃത്തിനെ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള വാഹനത്തിന്റെ ഉടമയുടെ സുഹൃത്തിനെ ബന്ധപ്പെടുകയും അങ്ങനെ GPS ലൊക്കേഷൻ, ഫോണിന്റെ GPS ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വാഹനം വടകരയിൽ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനം കണ്ടെത്തുകയും വാഹനത്തിനകത്ത് 2 പേർ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. വാഹനത്തിന്റെ സ്റ്റെപ്പിൽ ഒരാളും വാഹനത്തിനകത്ത് മറ്റേയാളും മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഫോൺ വിളിച്ചെടുക്കാത്തതിനെ തുടർന്നും നേരം വൈകിയും തിരിച്ചെത്തേണ്ട സ്ഥലത്ത് വാഹനം എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാഹനത്തിനകത്ത് 2 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അസ്വാഭാവികതയൊന്നുമില്ല എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ വടകര പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മരണകാരണം എന്താണ്, യഥാർത്ഥ മരണകാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച വിവരം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അവസാനിച്ചതിന് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തുണ്ട്. ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരുമ്പോൾ കണ്ണൂരിൽ നിന്നും തിരച്ച് മലപ്പുറത്തേക്ക് വരുമ്പോൾ വടകര എത്തിയ സമയത്ത് ഒരുപക്ഷെ ഉറങ്ങാൻ വേണ്ടി വണ്ടിയുടെ AC ഓണാക്കി കിടന്നതായിരിക്കാം. ആ സമയത്ത് വാതക ചോർച്ചയുണ്ടായി വിഷവാതകം ശ്വസിച്ച് മരണപ്പെട്ടതായിരിക്കാം എന്നൊരു നിഗമനത്തിൽ പോലീസ് ഉണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇതിലൊരു വ്യക്തമായ കാര്യങ്ങളിലേക്ക് കടക്കാനും അതിന്റെ കൃത്യമായ മരണകാരണം കണ്ടെത്തുവാനും സാധിക്കുകയുള്ളൂ. ശരി, മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജും ജോയലുമാണ് മരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുമ്പോഴും ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗോകുൽ K. വേണുഗോപാലാണ് വിശദ വിവരങ്ങൾ നൽകിയത്.